ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2024. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന സംശയങ്ങൾക്കും മറുപടിയും കൂടാതെ ഈ വർഷം ഓൺലൈൻ അപേക്ഷയാണോ ഓഫ്ലൈൻ അപേക്ഷയാണോ എന്നുള്ളൊരു സംശയമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതേപ്പറ്റി നമുക്ക് കിട്ടിയിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റും ഓഫ്ലൈൻ ആണെങ്കിൽ അപേക്ഷാ ഫോം എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം, ഏത് അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം, അതേപ്പറ്റിയുള്ള ഡീറ്റെയിലുമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഓഫ്ലൈനായിട്ടായിരുന്നു അപേക്ഷ ക്ഷണിച്ചത്. അതായത് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അപേക്ഷാ ഫോം എടുത്ത് അത് ഫില്ല് ചെയ്ത് DD ഓഫീസിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കഴിഞ്ഞ വർഷങ്ങൾ നടന്ന കാര്യങ്ങൾ കാണിക്കാം. ഈ വർഷമാണ് ഓൺലൈൻ അപേക്ഷ ആക്കിയത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിൽ അവർ പറയുന്നുണ്ട് ഓൺലൈൻ അപേക്ഷയാണ് ഈ കൊല്ലമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും അതുപോലെ തന്നെ DD ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് അതിനൊരു ഉത്തരം കറക്റ്റായിട്ട് തരാൻ സാധിക്കുന്നില്ല. അവർ ചോദിക്കുമ്പോൾ പറയുന്നത് ഇതുവരെ നോട്ടിഫിക്കേഷൻ ആയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു വൈകിയ വേളയിൽ ഇനി ഓൺലൈൻ ആക്കാനുള്ള സാഹചര്യം കുറവാണെന്നാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അതുകൊണ്ട് ഈ വർഷം കൂടെ ഓഫ്ലൈനായിട്ടായിരിക്കും അപേക്ഷ ക്ഷണിക്കുന്നതെന്നാണ് അറിയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഇനി മാറ്റം എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ കഴിഞ്ഞ വർഷത്തെ വെച്ച് പറയാം. ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഓഫ്ലൈൻ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുന്നത് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യും. അതിൽ ഗവൺമെൻറ് എയ്ഡഡിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും, സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഏത് ജില്ലയിലേക്കാണ് അയച്ചു കൊടുക്കുന്നത് ആ ജില്ലയിലെ DD ഓഫീസിലേക്കാണ് അയച്ചു കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അപേക്ഷ ഫോം ഡൗൺലോഡ് ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് അപേക്ഷ ഫോമും ഏത് അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടതെന്നുള്ളത് അത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനത്തിലേക്കുള്ള അപേക്ഷ ഫോമാണ്. ഇത് കഴിഞ്ഞ വർഷത്തെയാണ്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ വർഷത്തെ വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അതുപോലെ റിസർവേഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അപേക്ഷ ഫോം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അപേക്ഷ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അപേക്ഷാ ഫോം ഉണ്ട്. അതിൻ്റെ താഴെ നിങ്ങളിവിടെ കാണാൻ സാധിക്കും DLED കോഴ്സിനുള്ള അപേക്ഷ. ഗവൺമെൻറ് എയ്ഡഡിലേക്ക് ഈ ഒരു അപേക്ഷാ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപേക്ഷ ഫോം നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങളത് ഫില്ല് ചെയ്തിട്ട് നിങ്ങളത് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെയാണ്. ഈ വർഷത്തിൽ അപേക്ഷാ ഫോമിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ശേഷം നിങ്ങൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ TTAകളുണ്ട്, അവിടെ എത്ര സീറ്റുകളുണ്ട്, ഏതൊക്കെയാണ് ഗവൺമെൻറ് എയ്ഡഡ് മൈനോറിറ്റി എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കോളേജുകളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ അപേക്ഷ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി. ഇനി അതിൻ്റെ താഴെയാണ് നമുക്ക് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിലേക്കാണ് നമ്മൾ അപേക്ഷ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിലെ അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു അഡ്രസ്സും ഡീറ്റെയിലും എല്ലാം ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഈ കാണിച്ചത് ഗവൺമെൻറ് എയ്ഡഡിലേക്കുള്ള അപേക്ഷാ ഫോമാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെയാണ്. അതായത് സ്വാശ്രയ കോളേജിലേക്ക് അപേക്ഷ അയക്കേണ്ട രീതിയാണ്. അതും ഇതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യണം. ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ എത്ര സീറ്റുകളുണ്ട്, എത്രയാണ് ഫീസ് എന്നുള്ള എല്ലാ ഡീറ്റെയിലും അതിൻ്റെ റിസർവേഷൻ കാര്യങ്ങളെല്ലാം ഇതിലുണ്ടാകും. ഇതിലേയും താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷാ ഫോം ഉണ്ടാകും. നിങ്ങൾ ആ ഒരു അപേക്ഷാ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം സെൽഫ് ഫിനാൻസിങ് കോളേജിലേക്ക് അയച്ചു കൊടുക്കാൻ. സെൽഫ് ഫിനാൻസിങ് കോളേജ് ഞാൻ പറഞ്ഞു 50% നമുക്ക് മെറിറ്റ് സീറ്റ്. അപ്പോൾ ആ ഒരു 50% മെറിറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷ ഫോം ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും DLED മെറിറ്റ് സീറ്റ് എന്നുള്ള ആ ഒരു ഇത് കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെയാണ് നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള അപേക്ഷ ഫോം. ഓക്കെ, 50% മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്കിവിടെ മാനേജ്മെൻറ്റ് കോട്ട എന്നുള്ള അപേക്ഷ ഫോം കാണും. ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് അതാത് സ്ഥാപനത്തിലാണ് കൊടുക്കേണ്ടത്. അതായത് TTAയിലാണ് മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടി കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ DDയുടെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സും ഈ ഒരു നോട്ടിഫിക്കേഷൻ താഴെയുണ്ട്. ഏതൊക്കെ കോളേജുകൾ ഉണ്ടെന്നുള്ള ഡീറ്റെയിലും ഈ ഒരു നോട്ടിഫിക്കേഷന് താഴെയുണ്ട്. ഇനി പല കൂട്ടുകാരും ചോദിക്കുന്നുണ്ട് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്താണ്. അവർക്കത് കാണാത്തതുകൊണ്ട് വീണ്ടും ഈ വീഡിയോയുടെ അവസാനവും സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ വർഷം പുതിയതായി ഏതെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ടോ എന്നുള്ള അറിയില്ല. അത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷാ സമർപ്പണം എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഈ പ്രാവശ്യം ഓഫ്ലൈൻ ആണെങ്കിൽ ഏകദേശം ഈ രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതല്ല ഓൺലൈൻ ആണെങ്കിൽ അതേപ്പറ്റിയുള്ള ഡീറ്റെയിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഷെയർ ചെയ്യാവുന്നതാണ്. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.
താങ്ക് യു.